മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ എല്ലാവരും കൂടുതൽ ചോദിച്ചത് ആ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പ്രോമിസ് ചെയ്ത പോലെ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇതാ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ സെൽഫ് റൈസിങ് ഫ്ലവർ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സെൽഫ് റൈസിങ് കേട്ടോ. അപ്പോൾ 2 കപ്പിന് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ വാനില എസൻസ്, പിന്നെ കുറച്ച് ബട്ടർ ഒരു 125 ഗ്രാം മതി, പിന്നെ 2 മുട്ട. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് പാല്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ 2 മുട്ട ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ 2 വെള്ളയും വേറൊരു ബൗളിലോട്ടും 2 മഞ്ഞയും വേറൊരു ബൗളിലോട്ടും വെക്കണം. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇങ്ങനെ പഞ്ഞി പോലെ ആവണം കേട്ടോ. പഞ്ഞിയല്ല, മഞ്ഞ് പോലെ ആവണം. എന്നിട്ട് വേറെ ഒരു ബൗളിലോട്ട് ആ മുട്ടയുടെ ആ മഞ്ഞയും പിന്നെ ആ എടുത്തു വെച്ചിരുന്ന ബട്ടറും പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടി അങ്ങ് ചേർക്കണം. അപ്പോൾ ബട്ടർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി വരണം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ച 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കണം. എന്നിട്ട് സ്പാച്ചുല വെച്ച് നന്നായി ഫോൾഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പഞ്ചസാര കുറവുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ആഡ് ചെയ്തോ. പിന്നെ വേണ്ടത് നമ്മൾ എടുത്തു വെച്ച ഓറഞ്ച് എടുത്തിട്ട് അതിനകത്തെ ജ്യൂസ് ഒന്ന് സ്ക്വീസ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ബട്ടറും ഷുഗറും മുട്ടയുടെ യെല്ലോയും കൂടെ ഉള്ള ആ ഒരു മിക്സിലോട്ട് കുറച്ചായിട്ട് നമ്മുടെ ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഫ്ലവർ ഓൾ പർപ്പസ് ഫ്ലവർ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഒരു പിഞ്ച് ഇടണം. എൻ്റെ സെൽഫ് റൈസിങ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതിടേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി വാനില എസൻസും കൂടെ ആഡ് ചെയ്യുക. വാനില എസൻസ് ഓപ്ഷണലാണ്, ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നതുകൊണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ആ എഗ് വൈറ്റും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡിങ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഫോൾഡിങ് എന്ന് അറിയാത്തവർ അതൊന്ന് യൂട്യൂബിൽ പോയി നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ കിട്ടണം. എന്നിട്ടൊരു കേക്ക് ടിന്നിലോട്ട് അല്ലെങ്കിൽ കേക്ക് ട്രേയിലോട്ട് ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് നമ്മുടെ ബാറ്റർ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എയർ ബബിൾസ് പോവും. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത അവനിലോട്ട് നമ്മുടെ കേക്ക് വെക്കുകയാണ്. 180 ഡിഗ്രി ഫാൻ ഫോസ്റ്റിലാണ് ഞാൻ വെക്കാറ്. എന്നിട്ട് ഒരു 25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. ആ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് പുറത്ത് വരുന്നുണ്ടെങ്കിൽ കേക്ക് സെറ്റായി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് കുത്തി നോക്കിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം കേക്ക് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് കിട്ടുന്നുണ്ടോ. പിന്നെ ഇത് മിൽക്ക് കേക്കാണ്. നമ്മൾ ഉണ്ടാക്കിയ ഈ സ്പഞ്ച് കേക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ മിൽക്ക് കേക്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, എൻ്റെ റീൽസിലുണ്ട്. ആവശ്യമുള്ളവർ പോയി കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.